ഹായ് ഗൈസ്, ഞാൻ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ സിനിമകളെല്ലാം കണ്ടു നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടൈറ്റിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ട് സലാർ എന്ന മൂവി എനിക്ക് അത്ര തൃപ്തികരമായിട്ട് തോന്നിയില്ല, അല്ലെങ്കിൽ വളരെ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തുകൊണ്ട് ആ പടം തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളും തീർച്ചയായിട്ടും ഞാൻ പറയും. ആദ്യം തന്നെ ഒരു പോസിറ്റീവ് നോട്ടിൽ ഞാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയാം. ഈ സിനിമ ഒരു പ്രശാന്ത് നീൽ സിനിമ ആയതുകൊണ്ട് തന്നെ പുള്ളിയുടെ അടുത്തുനിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. കാരണം ഓൾറെഡി KGF എന്നുള്ള ഒരു 1 and 2 എടുത്ത് വെച്ച് പുള്ളി കഴിവ് തെളിയിച്ച ഒരു ഡയറക്ടറാണ്. അപ്പോൾ പുള്ളിയുടെ അടുത്തുനിന്ന് ഒരു സിനിമ വരുന്നതെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് രാജമൗലിയുടെ ഒരു സിനിമ ആണെന്ന പോലെ, അല്ലെങ്കിൽ ശങ്കർ എന്നുള്ളൊരു ഡയറക്ടറിൻ്റെ സിനിമ ആണെന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ മണിരത്നം, ഒരു എയ്സ് ഫിലിം മേക്കേഴ്സിൻ്റെ ലിസ്റ്റിൽ ഞാൻ പെടുത്തിയിരിക്കുന്ന ഒരു ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് മണിരത്നത്തിൻ്റെ പോലത്തെ ക്ലാസ് പടങ്ങളല്ല, എന്നാൽ മാസ്സായിട്ടുള്ള കോരിത്തെരിപ്പിക്കാൻ പറ്റിയ രോമാഞ്ചം കൊള്ളിക്കുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് സിനിമയാണ് ഞാൻ പ്രശാന്ത് നീൽ എന്നുള്ള ഡയറക്ടറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ല ടെക്നിക്കൽ കാര്യങ്ങൾ, വിഷ്വൽ ട്രീറ്റ്, ഇതൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശങ്കർ എന്നുള്ളൊരു ഡയറക്ടർ എന്ത് ചെയ്യുന്നു അതുപോലത്തെ ഒരു സംഭവമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ KGFൻ്റെ കാര്യത്തിലേക്ക് പറയുമ്പോൾ തന്നെ ഒരു സംഭവം എനിക്ക് പറയാനുണ്ട്. KGF 1 ഞാൻ തിയേറ്ററിൽ കണ്ട പടമല്ല, ഞാൻ അല്ലാതെ OTT വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. പക്ഷേ ആ സിനിമ കണ്ടപ്പോഴേക്കും എനിക്ക് ഫസ്റ്റ് ഹാഫിൽ ആ നരാച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലുന്ന വരെ എനിക്ക് പടം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. നരാച്ചിയിലേക്ക് കാല് വെച്ച് കുത്തിയതും, ഇത് ഞാൻ പറയുമ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്. ഞാൻ ആ നരാച്ചി എത്ര മുന്നേ ഉള്ള ഒരു സീക്വൻസിൽ ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് പടം കണ്ടപ്പോഴേക്കും എനിക്ക് അത്ര ഇമ്പ്രസീവ് ഇല്ലാതെ തോന്നിയിട്ട് ഞാൻ നിർത്തിപ്പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ പിന്നീട് ഞാൻ ഒന്നും കൂടി എൻ്റെ അളിയൻ ഭയങ്കര അടിപൊളിയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇരുന്ന് കാണുന്നത്. അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ബാംഗ്ലൂരിലുണ്ടായിരുന്ന ആ ടൈമിൽ, പെപ്പെ എന്ന് പറഞ്ഞിട്ട്, ആൻഡോ. അവനും പറഞ്ഞു, അവൻ തിയേറ്ററിൽ പോയി കണ്ടതാണ് പടം. അപ്പോൾ അവൻ അന്ന് ആക്ച്വലി എന്നോട് പറഞ്ഞത് തിയേറ്ററിൽ ഈ പടം ഇറങ്ങിയപ്പോൾ തന്നെ ഇങ്ങനൊരു പടം ഇറങ്ങിയിട്ടുണ്ട്, എന്തായാലും പോയി കാണണമെന്ന്. ഞാൻ ഒരു ദിവസം ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ന്യൂസ് കാണുന്ന ആളല്ല, ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഇരുന്നപ്പോൾ ന്യൂസ് ബൈ ചാൻസ് കണ്ടപ്പോഴേക്കും അച്ഛൻ എന്തോ ഒരു ന്യൂസ് കാണുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേക്കും ഇങ്ങനെ കന്നഡയിലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് KGF, അത് ഭയങ്കര ഒരുപാട് ബഡ്ജറ്റിലൊക്കെ ഷൂട്ട് ചെയ്തതാണ്, കഷ്ടപ്പെട്ട് എടുത്തതാണ്, അത് തിയേറ്ററിൽ വന്നിട്ടുണ്ട്, മലയാളത്തിൽ ഇവിടെ കേരളത്തിൽ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കണ്ടായിരുന്നു ന്യൂസ്. എന്നിട്ട് ഞാൻ തിയേറ്ററിൽ കണ്ടില്ലായിരുന്നു കേട്ടോ. അത് എനിക്കിപ്പോൾ ഭയങ്കര തീരാ നഷ്ടമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഓൾ ദാറ്റ് ബീങ് സെഡ്, ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ഫ്രണ്ടൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാനിരുന്ന് കാണുന്നത്. അപ്പോൾ ഇവൻ ഒന്നുകൂടി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ മൊത്തം പടം കാണ്, പകുതി വീഴ്ച നിർത്തി പോവല്ലേ, വരാൻ കിടക്കണ സംഭവം ഞാൻ ഒന്നും പറയണം, നീ കണ്ടു നോക്കുമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ കാരണം കൊണ്ട് മാത്രം ഞാൻ ഒന്നുകൂടി ഇരുന്ന് പടം കണ്ട്. എൻ്റെ പൊന്നെ, ആ നരാച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് റോക്കി ബായ് എത്തിയതിന് ശേഷം പിന്നെ സംഭവിച്ച ഹിസ്റ്ററിയാണ്. എനിക്ക് ആ ക്യാരക്ടറും ഈ KGFും നരാച്ചിയിലേക്ക് റോക്കി ബായ് കാല് വെച്ചതോടെ എനിക്കതൊരു ഇമോഷനായി മാറി. വേറെ ലെവലിലേക്കാണ് ആ സിനിമ, ആ ക്യാരക്ടർ, ആ ഒരു വേൾഡ് എൻ്റെ മനസ്സിൽ കയറി കൂടിയേട്ടാ. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതാ പറഞ്ഞത്, നരാച്ചിയിലേക്ക് റോക്കി ബായ് കാലെടുത്ത് വെച്ചേ പിന്നെ എനിക്ക് ഈ ഒരു KGF റോക്കി ബായ് അല്ലെങ്കിൽ പ്രശാന്ത് നീലിൻ്റെ വേൾഡിലേക്ക് ഞാൻ അങ്ങോട്ട് കയറി. പിന്നെ ദെർ വാസ് നോ കമ്മിങ് ബാക്ക്. എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് മൂവിയൊക്കെ ഞാൻ വളരെ ആഘോഷിച്ച് കണ്ടൊരു സിനിമയാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നൊരു സിനിമയായിരുന്നു KGF ചാപ്റ്റർ 2. എനിക്കും വൈഫിനും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പടമാണ്. ഒരു ആഘോഷമായിട്ട് കണ്ടൊരു പടമാണ്, ആഘോഷമായിട്ട്. ഞാൻ അതുപോലെ ആഘോഷിച്ച് കണ്ടേക്കണ സിനിമയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണ്ട് ഷാറുഖ് ഖാൻ്റെ ഇതാണ് ഓം ശാന്തി ഓം, തിയേറ്ററിൽ ഷെനൈസിൽ കണ്ട, എനിക്ക് ഇന്നും ഓർമ്മയില്ല. ധൂം 2 ശ്രീധറിൽ കണ്ടപ്പോൾ, പിന്നെ അതുപോലെ തന്നെ നരൻ, അങ്ങനെ ഭയങ്കരമായിട്ട് ആഘോഷിച്ച് കണ്ട, തിയേറ്ററിനകത്ത് ഇങ്ങനെ ആർപ്പ് വിളിച്ച് ആഘോഷിച്ച് കണ്ട പടങ്ങളാണ് അതൊക്കെ. നരസിംഹം, പിന്നെ അങ്ങനെ രാജമാണിക്യം,
അങ്ങനെ കുറേ പടങ്ങളുണ്ട് തിയേറ്ററിൽ ഭയങ്കര ആഘോഷമായിട്ട് കണ്ട സിനിമ. പക്ഷേ പറഞ്ഞു വരുന്ന കുറേ ഉണ്ടാവും കേട്ടോ അങ്ങനെ ആഘോഷമായിട്ട് കണ്ട സിനിമ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ജയിലർ കണ്ടപ്പോൾ ഫസ്റ്റ് ഡേ പക്ഷേ രാവിലെ കണ്ടപ്പോൾ അമ്മാരി അഡ്രിനാലിനായിരുന്നു ആ തിയേറ്ററിൻ്റെ അകത്ത്. എൻ്റെ ഓഡിയൻസും ഞങ്ങൾ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്കത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഷോയിലിരുന്നതിൻ്റെ ഞാൻ ആക്ച്വലി ജയിലറിൻ്റെ ഒപ്പീനിയൻ വീഡിയോ ഇട്ടപ്പോഴേക്കും അതിനകത്തൊരു ചെറിയൊരു ഗ്ലിംസ് കാണിച്ചിട്ടുണ്ട് ഓഡിയൻസിൻ്റെ റിയാക്ഷൻ എന്താ, എൻ്റെ റിയാക്ഷൻ എന്താണെന്നുള്ളത്. അത് ഭയങ്കര, അത് ഞങ്ങൾ ഉള്ളിൽ നിന്ന് വന്നതാണ്. അങ്ങനത്തെ ഒരു ഊർജ്ജം നൽകാൻ പറ്റിയൊരു പടമായിരുന്നു KGF. അപ്പോൾ ആ ഒരു ഊർജ്ജം എനിക്ക് ഈ പറഞ്ഞ സലാറിൽ കിട്ടിയില്ല. ഞാനത് ശരിക്കും എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു എന്നാൽ. അപ്പോൾ എനിക്ക് ആ ഊർജ്ജം പക്ഷേ കിട്ടിയില്ല. അത് തന്നെ എനിക്ക് വലിയൊരു ലെറ്റ് ഡൗൺ ആയിരുന്നു. ഞാൻ പറഞ്ഞു ചിലപ്പോൾ അത് എൻ്റെ കുഴപ്പമായിരിക്കാം, ഞാനായിട്ട് ഈ പടം കണക്ട് ചെയ്യാത്തതിൻ്റെ കുഴപ്പം മാത്രമായിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറയുന്നത് ഈ സിനിമയുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രമാണ്. ഏത് സിനിമ കണ്ട് ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അതെൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇപ്പോൾ സലാർ എൻജോയ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ടാവും, ജയിലർ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അങ്ങനെ സിനിമ ഭക്ഷണം പോലെയൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ഡ്രസ്സ് നിറമൊക്കെ പോലെയാണ്. പലർക്കും പല ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു റിവ്യൂവറുടെയും അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോയുടെ അല്ലെങ്കിൽ ഒരു റിട്ടേൺ റിവ്യൂയുടെ പിന്നാലെ പോകരുത്. നിങ്ങളുടെ അഭിപ്രായം വേണം എപ്പോഴും എടുക്കാമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പിന്നെ ഇനി അങ്ങോട്ടേക്ക് മുന്നേക്ക് നല്ല സ്പോയിലേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സിനിമ കാണാത്തവരാണെങ്കിൽ ദയവ് ഇത് വീഡിയോ ബാക്കി കാണല്ലേ. കാരണം നല്ല രീതിയിൽ സ്പോയിലേഴ്സ് ഉണ്ട്, എനിക്കത് ഡിസ്കസ് ചെയ്യാതെ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ വെച്ച് നിങ്ങൾ വീഡിയോ നിർത്തിക്കോ. സിനിമ കണ്ടിട്ടില്ലെങ്കിൽ, സലാർ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾ നിർത്തുക, ബാക്കി വീഡിയോ കാണരുത് കേട്ടോ. അപ്പോൾ എന്തായാലും സ്പോയിലേഴ്സ് നല്ല രീതിയിൽ ഉണ്ടാവും. അപ്പോൾ ഈ സിനിമയിൽ മറ്റൊരു പ്രോബ്ലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, ഞാനത് എൻ്റെ സിനിമയെ പറ്റിയുള്ള അഭിപ്രായത്തിൽ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഇതിൽ പറയണതാണ്, കഥ റിവീലാവുമെന്ന് വെച്ചിട്ട്. പ്രശാന്ത് നീലിൻ്റെ ആദ്യത്തെ സിനിമ ഉണ്ട് ഉഗ്രം എന്ന് പറഞ്ഞിട്ട്, UGRAMM. നിങ്ങൾക്ക് യൂട്യൂബിൽ ആ സിനിമ കാണാൻ പറ്റും. ഞാൻ ആ സിനിമ കഴിഞ്ഞ കൊല്ലമാണ് കാണുന്നത്. ആ സിനിമ തന്നെയാണ് സലാർ. പുള്ളി ലിറ്ററലി ചെയ്ത പുള്ളിയുടെ തന്നെ ഫസ്റ്റ് പടം എടുത്തിട്ട് എന്താണ് ഇപ്പോൾ കമൻസിലൊക്കെ ആൾക്കാർ കളിയാക്കുന്നുണ്ട്, ഉഗ്രം സ്റ്റെറോയിഡ്സിൽ വന്നതാണ് സലാറെന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഉഗ്രമിൻ്റെ ബേസ് പ്ലോട്ട് അങ്ങനെ തന്നെ എടുത്തിട്ട് വേറെ നടന്മാരെയും വെച്ച് വലിയൊരു വേൾഡ് ബിൽഡിംഗ് നടത്തി അതിലേക്ക് കൊണ്ടുവന്ന ഒരു പടമാണ് സലാർ. പാർട്ട് 1 വരാനിരിക്കുന്ന പാർട്ട് 2 എന്ന് പറയേണ്ടി വരും. പാർട്ട് 1 സീസ് ഫയർന്നു, പാർട്ട് 2യുടെ പേര് ശൗരംഗ്യ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. ഒരു സിജിൽ, ഒരു 3 തരം എന്തായാലും പറയണേ. ഇപ്പോൾ ഹാരി പോട്ടർ എടുത്ത് പോയിക്കഴിഞ്ഞാൽ പലതരം ഹൗസസ് ഇല്ലേ, അതായത് സ്ലിതറിൻ മറ്റേ മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രിഫിൻഡോർ, ഹഫിൾ പഫ് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടല്ലോ. അതേപോലെ തന്നെ അല്ലെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസിൽ പല ഓരോ റീജിയൻ അതാ എനിക്കൊന്ന് ഗെയിം ഓഫ് ത്രോൺസ് ആണ് കറക്റ്റ് എന്താ പറയുക എക്സാമ്പിൾ എന്ന് പറയേണ്ടി വരും. അതായത് ഒരു പരിധി വരെ എനിക്ക് ഗെയിം ഓഫ് ത്രോൺസിൽ നിന്ന് ഇൻസ്പയർഡ് ആണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അല്ലെങ്കിൽ ലോർഡ് ഓഫ് ദ റിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇപ്പോൾ മോർഡോർ ഉണ്ട്, അങ്ങനെ ഇതൊക്കെ ഉണ്ടെന്ന് പറയണ പോലെ, മറ്റേ എൽവ്സിൻ്റെ സ്ഥലമുണ്ട്, ഓക്സിൻ്റെ സ്ഥലമുണ്ട് എന്നൊക്കെ പറയണ പോലെ നമുക്ക് ഇതിനകത്ത് പല പല റീജിയനായിട്ട് പല പല ഫാമിലി, അല്ലെങ്കിൽ അതിന് കറക്റ്റ് വാക്കെന്നാന്ന് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. അതായത് ട്രൈബ് എന്ന് വേണമെങ്കിൽ വിളിക്കാം നിങ്ങൾക്ക്. ട്രൈബ് എന്നാണ് കറക്റ്റ് വാക്ക്. അപ്പോൾ ഇങ്ങനെ 3 തരം ട്രൈബ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ആ ട്രൈബുകളുടെ പേരെനിക്ക് പെട്ടെന്ന് കിട്ടണില്ല. അപ്പം 3 തരം ട്രൈബ് ഈ സിനിമയിലുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ഓരോ ക്യാരക്ടേഴ്സ് ഓരോ ട്രൈബിൽ പെടുന്നവരാണ്. അതിനകത്ത് ഇതിലൊന്നുമില്ല എന്നുള്ള രീതിയിൽ നമ്മളെ കാണിക്കുന്നത് പ്രഭാസിനെയാണ്. പക്ഷേ എൻ്റെ ഒരു കാര്യം റിവീൽ ആവുന്നുണ്ട്. അത് ഞാൻ വീണ്ടും പറയണ സ്പോയിലർ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ സിനിമ കണ്ടില്ലെങ്കിൽ തുടർന്ന് കാണരുത് ഈ വീഡിയോ. അപ്പോൾ എന്തായാലും അതൊക്കെ ഉണ്ടെങ്കിൽ പോലും, ഈവൻ ട്വിസ്റ്റും കാര്യങ്ങളും മറ്റേ മറിച്ചൊക്കെ ഉണ്ടെങ്കിൽ പോലും, ഞാൻ നറൂട്ടോ കണ്ട ഒരാളാണ്. ഞാൻ നറൂട്ടോയുടെ കട്ട ആരാധകനാണ്. ലോർഡ് ഓഫ് ദ റിങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗെയിം ഓഫ് ത്രോൺസിൻ്റെ കട്ട ആരാധകനാണ്. ലോർഡ് ഓഫ് ദ റിങ്സ് എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് റിട്ടൺ ഫാൻറ്റസി ആണെന്ന് ഞാൻ പറയും. അങ്ങനെ അതായത് 17th സെഞ്ച്വറി കൊണ്ട് 18th സെഞ്ച്വറി കൊണ്ട് എഴുതി വെച്ചേക്കുന്ന സാധനമാണത്. JRR ടോൾക്കിൻ 18th സെഞ്ച്വറി എഴുതിയൊരു വർക്കാണത്. അത്രയും എന്താ പറയുക, ഒരു ക്രിയേറ്റിവിറ്റിയും തിങ്കിങ് എങ്ങനെ ആ കാലഘട്ടത്തിൽ പുള്ളിക്ക് കിട്ടി. പേന വരെ ഉണ്ടായിരുന്നോ എന്ന് ഡൗട്ടാണ്. എനിക്കൊന്ന് എങ്ങനെ പുള്ളി എഴുതിയത് പോലെ എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു ഇതായിട്ട് കാണുന്നൊരു സംഭവമാണ് ഞാൻ ലോർഡ് ഓഫ് ദ റിങ്സ് ഒക്കെ. അതുപോലെ നറൂട്ടോയുടെ കേസാണെങ്കിൽ ആനിമയിൽ തന്നെ എനിക്ക് എൻ്റെ ഫേവററ്റ് ആനിമയിൽ ടോപ്പിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് നറൂട്ടോ. അപ്പോൾ അതിൽ ഇറ്റാച്ചി, നറൂട്ടോ കണ്ടവർക്കറിയാം, ഇറ്റാച്ചി
എന്താണ് ഇറ്റാച്ചി ഉച്ചീഹ അല്ലെങ്കിൽ അക്കത്സുക്കി മെമ്പറായ ഇറ്റാച്ചി, ആ ഇറ്റാച്ചിയുടെ ബാക്ക് സ്റ്റോറി ആയിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉള്ള ഒരു രീതിയിലാണ് സലാറിൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് പോകുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ഇത് മറ്റേ ഇറ്റാച്ചിയുടെ ബാക്ക് സ്റ്റോറി അല്ലേ, അല്ലെങ്കിൽ ഇറ്റാച്ചി വൈബ് ആണല്ലോ മൊത്തം, അങ്ങനത്തെ രീതിയിലാണ് എനിക്ക് എന്താണ് ഒരു ഫീലിംഗ് അടിച്ചത്. ഈവൻ ഹാരി പോട്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വാക്കാണ് ഹാരി പോട്ടർ. മൂവീസ് ആയിക്കോട്ടെ, ബുക്ക് ആയിക്കോട്ടെ. ഞാൻ വളരെ ബുക്ക് എനിക്ക് വായിക്കാൻ തീരെ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് കൂടി ഞാൻ വായിച്ചേക്കണ വളരെ ചുരുക്കം ബുക്കിൽ ഒന്നാണ് ഹാരി പോട്ടറിൻ്റെ സീരീസ്. അപ്പോൾ ഹാരി പോട്ടറിൻ്റെ സിനിമ കണ്ടവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുക്ക് വായിച്ചവരുണ്ടെങ്കിൽ അതിനകത്തൊരു കഥാപാത്രമുണ്ട്, പ്രൊഫസർ സ്നേപ്പ്. ഈ സ്നേപ്പിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറാണ് വേണമെങ്കിൽ ഇറ്റാച്ചി അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് നമ്മളെ ഭയങ്കര വലിയൊരു വില്ലൻ അല്ലെങ്കിൽ ഇന്ന രീതിയിലൊരു കഥാപാത്രമായിട്ട് ഒരു ആരോടും ദാക്ഷിണ്യം ഇല്ലാത്ത രീതിയിലൊരു ക്യാരക്ടറായിട്ട് കാണിച്ചിട്ട് അയാളെ നമ്മളൊരു വില്ലനായിട്ട് പോർട്രേ ചെയ്ത് കാണിച്ച അവസാനം ലാസ്റ്റ് 98% ആയി നിൽക്കുമ്പോഴേക്കുമാണ് റിവീൽ ചെയ്യണം ഇയാൾ ഇതൊക്കെ ചെയ്തത് ഇന്ന കാര്യത്തിന് വേണ്ടിയായിരുന്നു. ഇയാളുടെ അത്ര സാക്രിഫൈസ് ഒന്നും ആരും ഇത് എന്താണ് ഈ ഫുൾ കഥയിൽ അല്ലെങ്കിൽ ഈ ഫുൾ വേൾഡ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു റിവീൽ ഉണ്ടാവും. അത് ഇറ്റാച്ചിയുടെ സാക്രിഫൈസ് എന്ന് പറയുന്ന സാധനം. നിങ്ങൾ വെറുതെ നറൂട്ടോ കണ്ടില്ല, നറൂട്ടോ കാണണമെന്ന് ഞാൻ പറയും. ഇത് ബിഗ് സ്പോയിലറാണ്. ഇറ്റാച്ചി സാക്രിഫൈസ് എന്ന് ഏതൊരു നറൂട്ടോ ഫാനോട് പറഞ്ഞാൽ അവർക്ക് ഉള്ളിലൊരു ഭാരം അല്ലെങ്കിൽ ഒരു സങ്കടത്തോടെ അല്ലാതെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല. കാരണം അത്രയും പെശകൊരു എന്താണ് ഒരു ബാക്ക് സ്റ്റോറിയാണ് ഇറ്റാച്ചി ഉച്ചിഹയുടെ. അപ്പോൾ അതേപോലെയാണ് ഇപ്പോൾ സ്നേപ്പിൻ്റെ കേസിലാണ്. ഇപ്പോൾ ഇറ്റാച്ചിയുടെ കേസിലാണെങ്കിൽ അനിയന് വേണ്ടിയാണ് എന്താണ് നമ്മുടെ അനിയൻ ആരാണെന്നുള്ള ഞാൻ പറയാനുള്ളത്, അത് നിങ്ങൾ നറൂട്ടോ കണ്ടു നോക്കുക എന്തായാലും. അതേപോലെ തന്നെ സ്നേപ്പിൻ്റെ കേസിലാണെങ്കിൽ സ്നേപ്പിന് ഏറ്റവും ഇഷ്ടമുള്ള ഹാരി പോട്ടറിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ ഭയങ്കര സിമിലാരിറ്റി എനിക്ക് സലാറിൻ്റെ ഈ ടുവേർഡ്സ് എൻഡ് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എന്ന് വെച്ചാൽ എനിക്കൊരു പുതുമ ഫീൽ ചെയ്യുന്നില്ല. ഇതല്ലേ ഇതേ കഥ കഴിഞ്ഞാൽ ഇത് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആണോ അങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അപ്പോൾ എനിക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഓൾ ദാറ്റ് ബീങ് സെഡ് ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡയറക്ടേഴ്സിനും ഓരോ ട്രെയ്റ്റ് ഉണ്ടാവും, ഒരു സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അപ്പോൾ നോളനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു അന്യായ വൈഡ് ഷോട്ടിൽ നടുവിൽ നായകനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെൻട്രൽ ക്യാരക്ടറിൽ നിൽക്കുന്ന ഒരു ഷോട്ട് ഉണ്ടാവും. എല്ലാ സിനിമയിലും ഉണ്ടാവും. ഏത് സിനിമ എടുത്താലും നോക്കിയാലും നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. സിമിലർലി എനിക്ക് തോന്നിയിട്ടുള്ള പ്രശാന്ത് നീലിൻ്റെ ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലുള്ള ഒരു ഫിലിം മേക്കിംഗ്, അല്ലെങ്കിൽ ചിലർ കളിയാക്കി പറയുന്ന ഒരു സംഭവമുണ്ട്, മൂക്കിപ്പൊടി വെതറിയ രീതിയിലുള്ള ഒരു ടൈപ്പ്, മുക്കിപ്പൊടി നല്ല കൽക്കരിപ്പൊടി വെതറിയ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ ചാർക്കോൾ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. മുക്കിപ്പൊടിയല്ല, ചാർക്കോളാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും ചാർക്കോൾ ട്രീറ്റ്മെൻറ്റ് ഇതിലും ഉണ്ട്. ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അത് ഞാൻ തീർച്ചയായിട്ടും എൻജോയ് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ഒരു ചാർക്കോൾ ലുക്ക് വരുന്ന രീതിയിലുള്ള സംഭവം. ഇപ്പോൾ KGF അത് ഉടനീളം കാണാൻ പറ്റും. ഇപ്പോൾ KGF ഗോൾഡിനെ പറ്റിയായിരുന്നെങ്കിൽ ഇതിനകത്ത് എന്താണ് കൽക്കരി ഖനി ഒക്കെ ഉൾപ്പെടുന്ന വരുന്നുണ്ട്. ഇതിനകത്ത് ആസാം സൈഡൊക്കെ കാണിക്കുന്നുണ്ട്. പ്രഭാസിൻ്റെ ക്യാരക്ടറിൻ്റെ ഇൻട്രോ ഒക്കെ ആസാമിലുള്ള ഒരു സ്ഥലത്താണ് കാണിക്കുന്നത്. അതൊരു കോൾ മൈനാണ്. അപ്പോൾ ആ ഒരു കൽക്കരി എഫക്റ്റ് ഇവിടെയുണ്ട്. പിന്നെ കുറേ ഗ്രാൻഡ് ഷോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതായത് മാരക വലിയ എന്താണ് ടിപ്പർ ട്രക്കിൻ്റെ ഫ്രണ്ടിൽ കൂടെ എന്താണ് മറ്റേ റോയൽ എൻഫീൽഡിലെ പുതിയ മോഡൽ ബൈക്കൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ട്രയംഫ് ഏതോ ഒരു എന്താണ് ബൈക്കൊക്കെ ഓടിച്ചുകൊണ്ട് പോയ സീനൊക്കെ ഉണ്ട്. അത് കാണാൻ മുട്ട ലുക്കാണ്. അത് എടുത്തു വെച്ചിരിക്കുന്നത് ഭയങ്കര ഭംഗിയാണ്. ടെക്നിക്കലി ദ മൂവി ഈസ് ബ്രില്യൻറ്റ്. അതുമാത്രമല്ല ഇത് CGI ആൻഡ് സെറ്റിൻ്റെ ഒരു മിശ്രിത കളിയാണ്. അതൊക്കെ ഗംഭീരമാണ്. അപ്പോൾ KGF തന്നെ അടിപൊളിയായിരുന്നു. KGF ചാപ്റ്ററിൽ വേറെ ലെവലായിരുന്നു. കാരണം റോക്കി ബായുടെ ഇൻട്രോ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഒരു മല പോലെ ഇരിക്കുന്ന ഒരു കൊട്ടാരം പോയിരിക്കുന്ന സ്ഥലത്തേക്ക് മച്ചാൻ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് കയറുന്ന സൈഡിൽ ഡ്രമ്മൊക്കെ കൊട്ടി വരുന്നത്, അതൊക്കെ മുടുക്കത്തെ ലുക്കായിട്ട് ചെയ്തേക്കണം. അതുപോലെ പഴയ KGF ഖനി റോക്കി ബായ് ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷം എങ്ങനെ ഒരു വലിയൊരു ഗോൾഡ് എന്താ റിഫൈനറി ആയി മാറി എന്നുള്ള രീതി കാണിക്കുന്നുണ്ട്. അതൊക്കെ മുട്ടൻ ഗ്രാഫിക്സ് ആയിരുന്നു. അതേപോലെ ഇതിനകത്ത് എന്താണ് സലാറിലും പറയാനുണ്ടെങ്കിൽ ഗംഭീര സെറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ആ സെറ്റിൻ്റെ പുറകിൽ എന്താണ് നമ്മുടെ എന്താ പറയുക ഗ്രീൻ സ്ക്രീൻ ഇട്ട് എന്താണ് ഗ്രാഫിക്സും സെറ്റും കൂടി കമ്പൈൻ ചെയ്തേക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇപ്പോൾ ബാഹുബലി ത്രോണൊക്കെ കാണിക്കുന്ന ത്രോൺ സെറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് രാജ്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും മറ്റോ മറിച്ചവും സീനറിയും എല്ലാം ഗ്രാഫിക്സ് ആയിരുന്നു. പക്ഷേ
അതിനകത്ത് പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ചില കാര്യങ്ങൾ കിട്ടുമായിരുന്നു. പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണ്. നല്ല രീതിയിൽ ഗ്രാഫിക്സ് ചെയ്തിട്ടുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. ഗംഭീര കയ്യടി അതിന് അർഹിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും എവിടെയാണ് എനിക്ക് ഈ സിനിമ പാളിയതെന്ന് എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഇമോഷൻസ് കണക്റ്റ് ആയില്ല ഞാനായിട്ട്. ഇപ്പോൾ KGF അമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര വികാരമായിരുന്നു. ആ അമ്മയുടെ മകൻ എവിടെയെങ്കിലും എത്ര അമ്മക്ക് കൊടുത്ത വാക്ക് പാലിക്കണം എന്ന് നമുക്ക് ആസ് ആൻ ഓഡിയൻസ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. അമ്മക്ക് വേണ്ടി ചെയ്യടാ അങ്ങനെ നമുക്ക് അങ്ങോട്ട് റൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ആ അമ്മ വരുന്ന ഓരോ സീനും നമ്മുടെ മേത്തുള്ള രോമവും കുളിര് പോരും, നമുക്ക് രോമം എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. കാരണം അതുപോലെ ഈവൻ രഹി ബാസൂർ ചെയ്തു വെച്ചിരിക്കുന്ന മ്യൂസിക് ആയാലും ശരി, ആ അമ്മയുടെ ഒരു ഡയലോഗ് ഡെലിവറി ശരി, അതിപ്പോൾ മലയാളത്തിൽ, തമിഴ്, ഞാൻ KGF 4 ലാംഗ്വേജിലും കണ്ടിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ 4ലും ഞാൻ കണ്ടു നോക്കി. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒറിജിനൽ കന്നഡയാണ്, 4ലും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. സലാർ ഒറിജിനലി മെയ്ഡ് ഇൻ തെലുങ്കുമാണ് ആൻഡ് ഡബ് ടു ബാക്കി ലാംഗ്വേജസ് ആണ്. പൃഥ്വിരാജ് അവിടെ വീണ്ടും ഒരു കയ്യടി അർഹിക്കുന്നു. 5 ലാംഗ്വേജ്, ഹിന്ദി ഉൾപ്പെടെ 5 ലാംഗ്വേജിൽ പൃഥ്വിരാജ് സ്വയം ഡബ് ചെയ്യാണ് ചെയ്തത്. അതിലും വലിയ കയ്യടി അർഹിക്കുന്നുണ്ട്, അതൊന്നും പറയാനില്ല അതിനകത്ത്. പിന്നെ പൃഥ്വിരാജിനെ നമുക്ക് ഒരു രീതിയിലും കുറ്റം പറയാൻ ഫീൽ ചെയ്യത്തില്ല. എനിക്ക് ഉറപ്പാണ്. എനിക്ക് പോലും ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും എനിക്ക് പൃഥ്വിരാജിനെ ഇഷ്ടപ്പെട്ടു. പൃഥ്വിരാജിന് കൊടുത്ത റോള് പൃഥ്വിരാജ് വളരെ നീറ്റായിട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേറൊരു കുഴപ്പമുണ്ടായി. ഈ പ്രഭാസ് എന്നുള്ള നടൻ്റെ ലിമിറ്റേഷൻസ് പലപ്പോഴും എനിക്ക് ഇവർ രണ്ടുപേരും നിൽക്കുമ്പോൾ ഫീൽ ചെയ്യും. പ്രഭാസ് ലുക്ക് വൈസ് ഒരു അജാന ബാഹു, ഭയങ്കര ബിൽഡായിട്ടുള്ള ഒരു പർവ്വതം പോലെ നിൽക്കുന്ന ഒരാളെന്നുള്ളതിന് പുറമെ ആളുടെ മുഖത്ത് എക്സ്പ്രഷനും കാര്യങ്ങളൊന്നും ഒരു വിധത്തിൽ അങ്ങോട്ട് കാര്യമായിട്ട് വരുന്നില്ല. ഈവൻ ഒരു ഭാവം തന്നെയാണ് എനിക്ക് സിനിമ ത്രൂ ഔട്ടായിട്ട് ഫീൽ ചെയ്തത്. പ്രഭാസ് അങ്ങനെ എനിക്ക് മനസ്സിലായി. കാരണം ബാഹുബലിയിലൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടാണ് പുള്ളിയുടെ ആക്ടിങ്. ബാഹുബലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടമൊന്നുമല്ല, പക്ഷെ എന്നാലും ബാഹുബലിയുടെ ആക്ടിങ് വൈസ് അതിനകത്തുള്ള പ്രഭാസ് ഫാർ സുപ്പീരിയർ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പക്ഷേ ഇതേ സമയം ഇതിനകത്ത് പൃഥ്വിരാജ് കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ നന്നായിട്ട് അഭിനയിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആളുടെ ആ ഒരു വീക്ക്നെസ് ഭയങ്കരമായിട്ട് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക്. പിന്നെ പൃഥ്വിരാജിൻ്റെ അനിയനായിട്ട് ഇതിനകത്തൊരു ക്യാരക്ടർ കാണിച്ചു, അവനൊക്കെ എനിക്ക് ഭയങ്കര ഓവർ ആക്ടിങ് ആയിട്ടാണ് അത് ഫീൽ ചെയ്തത്. പിന്നെ അതുപോലെ ഇതിനകത്ത് വേറെ 2 പ്രായമുള്ള സ്ത്രീകളായിട്ട് അഭിനയിക്കുന്ന 2 പേരുണ്ട്. എൻ്റെ ദൈവം, ഒന്ന് പൃഥ്വിരാജിൻ്റെ ചേച്ചി ആയിട്ടുള്ള ക്യാരക്ടറാണ്, സ്റ്റെപ്പ് സിസ്റ്റർ ആയിട്ടുള്ള ക്യാരക്ടറാണ്. പുള്ളിക്കാരി ഒരു പരിധി വരെ പിന്നെയും കുഴപ്പമില്ലെന്ന് പറയും. പക്ഷേ ആ പുള്ളിക്കാരിക്ക് ഒരു കൂട്ടുകാരുണ്ട്, എൻ്റെ പൊന്നേ, ഓവർ ആക്ടിങ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഓവർ ആക്ടിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഒന്നാമത് സൗണ്ട് ഇങ്ങനെ കണ്ടു. പിന്നെ ഈ ഫുള്ള് സിനിമയിൽ ഭയങ്കര ഓവർ ഡ്രമാറ്റിക് ഡയലോഗുകളാണ്. അതിപ്പോൾ എടാ ഒന്ന് ഇങ്ങോട്ട് വന്നേ എന്ന് പറയുന്ന സംഭവമാണെങ്കിൽ അതിനകത്ത് അല്ലയോ നിങ്ങളൊന്നിങ്ങോട്ട് വരിക, ഈ ലെവലിലാണ് സാധനം. ഞാൻ കണ്ട തമിഴാണ്, പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരുമാതിരി രാജാപ്പാട്ട് ബാലയെ പോലത്തെ രീതിയിലുള്ള ഡയലോഗാണ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കത് ഭയങ്കരമായിട്ട് എൻ്റെ ആസ്വാദനത്തിന് തടസ്സം വന്നായിരുന്നു. കുറേ പേര് വിചാരിക്കുന്നത് ഞാൻ മലയാളമല്ല, ഞാൻ തമിഴ് കണ്ടത്. അത് ഞാൻ കണ്ടത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ ഞാൻ തമിഴ് ആൻഡ് മലയാളം ഓഡിയൻസിൻ്റെ കൂടെയാണ് കണ്ടത്. എൻ്റെ സൈഡിൽ നിന്ന് വെച്ചാൽ ഒരു മലയാളികളായിരുന്നു, മുകളിൽ നിന്ന് വെച്ചാൽ മലയാളി, അടിയിൽ നിന്ന് വെച്ചാൽ തമിഴിയൻസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു, ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് വെച്ചാൽ തമിഴിയൻസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അവരൊക്കെ ചിരിക്കണം, സീരിയസ് കാര്യം നടക്കുമ്പോൾ ഇവിടെ ഇരുന്ന് എല്ലാവരും ചിരിയാണ്, കമൻ്റ് അടി. ഈ തമിഴിൽ കുറച്ച് ചേട്ടന്മാരൊക്കെ സൈഡിൽ നിന്നിട്ട് അവർ പറയണ മൊക്കപ്പടം എന്നാ മൊക്കപ്പടം, ഇത് 10 ദിവസം ഓടില്ല, അങ്ങനെ രീതിയിലൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നിപ്പോയിട്ടോ അത് കേട്ടപ്പോഴൊക്കെ. കാരണം ഒരു കോമഡി പീസ് ആയി പോണ അവസ്ഥ എന്നുള്ള രീതിയിലായിരുന്നു അറ്റ്ലീസ്റ്റ് ഞാനിരുന്ന് കണ്ട ഓഡിയൻസിൻ്റെ അവർ ലൗഡായിട്ടാണ് അഭിപ്രായം പറയണതും. ഭയങ്കര കമൻ്റടി ആയിരുന്നു, ഭയങ്കര കമൻ്റടി. അപ്പോൾ തന്നെ എനിക്ക് മൊത്തത്തിൽ അപ്പോൾ എൻ്റെ ഫീലിംഗ് തന്നെയാണല്ലോ അപ്പോൾ മിക്കവർക്കും കിട്ടുന്നതെന്നുള്ള ഒരു സംഭവമൊക്കെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ നിങ്ങളുടെ അഭിപ്രായം എടുക്കുക. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ആസ്വാദന രീതി അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇരുന്ന് കണ്ടവരുടെ ആസ്വാദന രീതി ആവണമെന്നില്ല നിങ്ങളുടെ. പിന്നെ ഇതിനകത്ത് സ്പോയിലർ ഭാഗത്തേക്ക് വരുമ്പോഴേക്കും നമ്മളെ പ്രഭാസിനെ ഇങ്ങനെ കാണിച്ച് പോയി. പ്രഭാസ് ഇതിലൊന്നും ഇല്ലാത്ത ഒരാളാണെന്ന രീതിയിൽ കാണിച്ച് പോയി. ലാസ്റ്റ് കൊണ്ടുപോയിട്ട് നമ്മുടെ ഇറ്റാച്ചിയുടെ ബാക്ക് സ്റ്റോറി പോലെ അല്ലെങ്കിൽ സ്നേഹിപ്പിൻ്റെ സംഭവം പോലെ ഒരു സംഭവം റിവീൽ ചെയ്യും. ഇയാളാണ് ഈ ശൗരംഗ്യ സംഭവത്തിൻ്റെ തലവൻ എന്നുള്ള രീതിയിലൊക്കെ.
എനിക്ക് മറ്റേ എന്താ പറയുക, മലയാളത്തിൽ കുറേ സിനിമകളുണ്ടല്ലോ, അതായത് ഇയാളൊന്നും അല്ലാത്ത ആളാന്ന് കാണിച്ചാൽ ലാസ്റ്റ് കൊണ്ടായിട്ട് അല്ല ഇയാളായിരുന്നു എല്ലാം ചെയ്തതെന്നുള്ള ഒരു ട്രെൻഡ്. അത് ലൂസിഫർ തൊട്ട് എനിക്കൊന്ന് തുടങ്ങിയതാണെന്ന് തോന്നാണ്ട്. ലൂസിഫറിൽ അത് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരുപാട് സിനിമയിൽ നിങ്ങൾ അതിന് ശേഷം ലാലേട്ടൻ്റെ പടങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഏജൻറ്റ് എക്സ് മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വർപ്പിക്കൽ. ഇതിനകത്ത് എനിക്ക് കുറച്ച് ആഡംബരമായിട്ട് കാണിച്ചൊരു സിനിമയിൽ കൊണ്ട് ഇതേപോലത്തെ ഒരു സാധനം കുത്തിക്കയറ്റിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഉഗ്രം സെയിം കഥയാണെന്നേ, സെയിം കഥ. പുള്ളിയെ തെറ്റ് പറയാൻ പറ്റില്ല, പുള്ളിയുടെ സ്വന്തം വർക്ക് പുള്ളി റീക്രിയേറ്റ് ചെയ്തേക്കണം. പിന്നെ മാത്രമല്ല ഇപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ബാറ്റ്മാൻ്റെ ഒറിജിനൽ സ്റ്റോറി നമ്മൾ എത്ര തവണ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മാഡ് മാക്സ് എടുത്ത് നോക്കി, മാഡ് മാക്സ് പുള്ളി ഡയറക്റ്റ് ചെയ്ത സിനിമ കഴിഞ്ഞാൽ പുള്ളി തന്നെ റീക്രിയേറ്റ് ചെയ്ത് വീണ്ടും ഇറക്കിയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, അതൊന്നും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. ഈ ക്രിയേറ്ററിൻ്റെ ഫ്രീഡമാണ്. പുള്ളി വല്ലവൻ്റെയും സാധനം അടിച്ചു മാറ്റണം, സ്വന്തം സാധനം തന്നെ പുള്ളി ഒന്നും കൂടി റീക്രിയേറ്റ് ചെയ്യാനാണ്. കുറച്ചുകൂടി ബഡ്ജറ്റ് കിട്ടുമ്പോഴേക്കും വീണ്ടും കാണിച്ചേക്കണം. ഇപ്പോൾ ലൈറ്റ്സ് ഔട്ട് എന്നുള്ള സിനിമ ആദ്യം ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു, പിന്നെ അത് മെയിൻ സ്ട്രീം ഫിലിമായിട്ട് മാറി. അതുപോലെ തന്നെ സോ ആദ്യം ഒരു 10 മിനിറ്റ് ഷോർട്ട് ഫിലിം ആയിരുന്നു, അത് പിന്നെ ജെയിംസ് വാൻ തന്നെ ഡയറക്റ്റ് ചെയ്ത ഷോർട്ട് ഫിലിം ജെയിംസ് വാൻ തന്നെ സിനിമയാക്കി മാറ്റി, ലീ വാനും ജെയിംസ് വാനും കൂടി. അപ്പോൾ അങ്ങനെ കുറേ ഹിസ്റ്ററി എടുത്ത് നോക്കി ഒരുപാട് സംഭവങ്ങളുണ്ട്. ഷോർട്ട് ഫിലിം ആയിരുന്ന സാധനം ഫുൾ ലെങ്ത് പടമായി മാറിയതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഉഗ്രത്തിന് അങ്ങനെ വലിയൊരു ഉഗ്ര ഒരു കൾട്ട് പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അതായത് തിയേറ്ററിൽ അധികം ആളുണ്ടായിരുന്നില്ല, തിയേറ്ററിൽ അങ്ങനെ വിജയിച്ചോന്നും എനിക്കറിയത്തില്ല. എനിക്ക് കർണാടകയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. പക്ഷേ കർണാടകക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ, കന്നഡക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉഗ്രം എന്ന് പറഞ്ഞാൽ അവർക്ക് മാരക പടമാണ്. അവർ ഈവൻ KGF-നേക്കാളും ഇഷ്ടപ്പെടുന്നത് കുറേ പേര് കമൻറ്റ് ചെയ്തും പറഞ്ഞൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല, ഉഗ്രം എനിക്ക് ഒരു ആവറേജ് പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിൽ നായകൻ കൊള്ളാമെങ്കിൽ പോലും എനിക്ക് എന്തോ ഞാനായിട്ട് ആ പടം ഒരുപാടൊന്നും കണക്റ്റ് ആയിട്ടില്ല. അത് തന്നെ ഉഗ്രം തന്നെ എനിക്കൊരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കണം. അപ്പോൾ സലാർ അത് എന്ത് സ്കെയിൽ വന്നാലും അത് എൻഗേജിങ് അല്ലെങ്കിൽ നമുക്ക് ആ ആവറേജ് പോലും ഓൾറെഡി കണ്ട ഒരു സാധനം വീണ്ടും കാണുമ്പോഴേക്കും ആവറേജ് പോലും എല്ലാതായിട്ട് ഫീൽ ചെയ്യും. അതാണ് എനിക്ക് സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ സിനിമയിൽ ഒട്ടും വർക്കാവാതെ പോയ ഒരു സാധനം എനിക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. ചിലയിടങ്ങളിലുണ്ട്, ഈ നമ്മുടെ മറ്റേ ടീസറിൽ കാണിച്ച കേട്ട മ്യൂസിക് കുറച്ച് പരിപാടിയാണ്, അതൊക്കെ തിയേറ്ററിൽ വന്നപ്പോഴേക്കും നല്ലതായിരുന്നു. പക്ഷേ അത് വളരെ കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് വന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഞാനായിട്ട് കണക്റ്റ് ആയില്ല. അതേസമയം KGF എടുത്തു കഴിഞ്ഞാൽ KGF 1ഉം 2ഉം എനിക്ക് റിംഗ് ടോൺ ആക്കാൻ എനിക്കൊന്ന് 20 സാധനങ്ങളെങ്കിലും എനിക്ക് കുറഞ്ഞത് കിട്ടും. പിന്നെ ഈവൻ മലയാളത്തിലേക്ക് ഡബ് ചെയ്തപ്പോൾ ഉണ്ടായ പാട്ടുകൾ പോലും വേറെ ലെവലായിരുന്നു. എത്ര തവണ റിപ്പീറ്റ് അടിച്ച് കേട്ടിട്ടുണ്ടാവുന്നില്ല. അതുപോലെ തന്നെ ആ ധീര ഞാൻ എത്ര തവണ കേട്ടിരുന്നത് എനിക്കഞ്ഞ അറിയില്ല. ഈവൻ KGF 1 ഒരു മറ്റേ കണ്ണ് കാണാത്ത അവിടെ നിൽക്കുമ്പോഴേക്കും ഇവൻ പോയിട്ട് മറ്റേ ഹെൽപ്പ് ചെയ്യുമല്ലോ ആ സീൻ. പിന്നെ അതുപോലെ അരിയുടെ മറ്റേ വണ്ടി വലിച്ചുകൊണ്ട് വന്ന സീൻ, അതൊക്കെ എത്ര തവണ കണ്ടത്. ഇത് പറയുമ്പോൾ എനിക്ക് രോമാഞ്ചം പിന്നെ പറയുമ്പോൾ അതെന്ന് വെച്ചാൽ അത്ര തവണ ഞാൻ അതൊക്കെ കണ്ടിട്ടുണ്ട്. 2-ലെടുത്ത് പോയി കഴിഞ്ഞാൽ ടുവേർഡ്സ് ലാസ്റ്റ് റോക്കി ബോയ് മരിക്കുമ്പോൾ പോലും രോമാഞ്ചം വന്നു. അമ്മാതിരി രീതിയിലാണ് പാട്ടം എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു KGF വാസ് എ ഫീലിംഗ്. ആ ഒരു ഫീലിംഗ് എനിക്ക് സലാറിൽ എനിക്ക് കിട്ടിയില്ല. അതിൻ്റെ ഒരു 10% പോലും എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. പ്രഭാസ് കുറേ ശ്രമിച്ചിട്ടുണ്ട്, പ്രശാന്തിൽ പഠിച്ച പണി എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം പുള്ളി എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ അപ്പുറം പുള്ളിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന്. കാരണം അത്രയൊക്കെ പുള്ളിക്കാരെ കാണിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു സിനിമ നന്നാക്കുന്നതിൻ്റെ വലിയൊരു വിഭാജകമായ ഘടകം അതിൻ്റെ സ്റ്റോറി അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ ആണ്. സ്റ്റോറിയേക്കാൾ കൂടുതൽ സ്ക്രീൻ പ്ലേ. ഇപ്പോൾ ഒരു ചെറിയ സ്റ്റോറി ആണെങ്കിൽ പോലും ഒരു ഇത്ര മണിക്കൂർ മാത്രം നടക്കുന്ന കഥ പോലും അത് സ്ക്രീൻ പ്ലേ ആക്കി മാറ്റുന്നതിലാണ് കാര്യമിരിക്കണം. സ്ക്രീൻ പ്ലേ ആണ് പാളിപ്പോയെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയ കാര്യം സ്ക്രീൻ പ്ലേ പാളിപ്പോയതായിട്ടാണ്. അതാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. പിന്നെ ഇതിനകത്ത് ശ്രുതി ഹാസൻ, എൻ്റെ പൊന്നോ, പറയാൻ പോയി എനിക്ക് പ്രാന്ത് പിടിക്കും. പക്ഷേ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു കാര്യമുണ്ട്, മഹാനടനായ കമലഹാസൻ്റെ മോളാണ് എന്നുള്ള ഒരു സംഭവം, ഒരു അനുകമ്പ ദയ എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഒരു പരിധി വിട്ടൊന്നും പറയാത്തത്. എൻ്റെ അഭിപ്രായത്തിൽ പുള്ളിക്കാരിക്ക് പറ്റിയ പരിപാടിയല്ല ആക്ടിങ് എന്നുള്ളതാണ്.
എൻ്റെ ഒരു അഭിപ്രായമാണത്. പുള്ളിക്കാരി ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ വാസ് ഹൊറിബിളി ഡൺ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ആ ക്യാരക്ടർ വളരെ മോശം രീതിയിലാണ് സ്ക്രീൻ പ്ലേ എഴുതിയും വെച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് തീരെ ദഹിക്കാത്തൊരു ക്യാരക്ടർ. എന്താണ് പുള്ളിക്കാരിക്ക് പറ്റിയ പരിപാടി പാട്ടാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കണം. ശ്രുതി ഹാസൻ നല്ലൊരു പാട്ടുകാരിയാണ്, ഒരു നല്ലൊരു മ്യൂസീഷ്യനാണ്. പക്ഷേ ആക്ടിങ് വൈസ് എനിക്ക് പുള്ളിക്കാരി മിക്ക പടങ്ങളിലും അങ്ങനെ ദഹിക്കാറില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഇതിനകത്ത് എനിക്ക് വെറുത്ത്. പിന്നെ ആ മറ്റേ അമ്മച്ചി അത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. പിന്നെ കുറേ പേര് ഇപ്പോൾ ചോദിക്കും ഉഗ്രമായിട്ട് എന്താ എൻ്റെ ഇടയിൽ നിങ്ങൾ പോയി ഉഗ്രം കാണുക, അപ്പോൾ മനസ്സിലാവും. ഞാൻ സലാർ കണ്ടവരാണെങ്കിൽ ഒന്ന് ഉഗ്രം കണ്ടു നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ സീൻ അതേപടി ഉണ്ട്, സെയിം സാധനം, പ്ലോട്ടേ സെയിം, എല്ലാം സെയിം, ബാക്ക് സ്റ്റോറി ഒക്കെ എന്ന് വെച്ചാൽ ബേസ് കാര്യങ്ങളൊക്കെ സെയിമാണ്. രണ്ട് കൂട്ടുകാർ, ഒരാൾ ഇവിടെ ഒരാളവിടെ, എന്താണ് ഒരാൾ നാട്ടിൽ നിന്ന് പോകുന്നു. അതുപോലെ തന്നെ എന്താണ് കുറേ സീനൊക്കെ പക്ക സെയിം ഉണ്ട്. ടാറ്റുയുടെ കേസ് സെയിം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ടാറ്റു വേറെ എന്നുള്ളൂ. ഇപ്പോൾ ഉഗ്രത്തിനകത്തൊരു സിംഹത്തിൻ്റെ ടാറ്റു ആണെങ്കിൽ ഇതിനകത്തൊരു ഡെവിളിഷ് ലുക്കുള്ള ആ ഒരു തല, മറ്റേ എന്താണ് ബുള്ളിൻ്റെ തലയും ബോഡി, എന്താ പറയുക മനുഷ്യൻ്റെ ബോഡി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ടാറ്റു. അത് ഡെവിൾ വർഷിപ്പ് പോലെ ഒരു സാധനം രീതിയിലുള്ള ഒരു സംഭവമുണ്ട്. ഈവൻ ഇതിനകത്തുള്ള ശൗരാംഗിയുടെ അവരുടെ ഒരു സിജിലിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആ ദൈവത്തിൻ്റെ ഒരു രൂപവും കൂടിയൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അതാണ് കയ്യിൽ ടാറ്റു ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയെ എല്ലാവരും കൂടി ഒരു ഭ്രാന്തൻ റേപ്പ് ചെയ്യാൻ പോകുമ്പോഴേക്കും എന്താണ് നായകൻ ചെന്ന് രക്ഷിക്കുന്ന സീൻ. അത് ഉഗ്രത്തിൽ വെറുതെ ഒരു ഇടിയാണെങ്കിൽ ഇതിനകത്ത് അതൊരു 20 മിനിറ്റ് സാധനമാണ്. പിന്നെ അതുപോലെ ഉഗ്രത്തിനകത്താണെങ്കിൽ വേറെ രീതിയിലൊരു ഒരു എന്താ പറയുക, ഒരു ചേരി, ഒരു സ്ലമ്മിലാണ് സംഭവമെങ്കിൽ ഇതിനകത്ത് ഒരു ഖാൻസാർ എന്ന് പറഞ്ഞ വലിയൊരു രാജ്യം ഉണ്ടാക്കി കൊടുത്തേക്കാണ്. അതിൻ്റെ അകത്ത് കുറേ റെഡ് കളറുള്ള ഡ്രസ്സൊക്കെ ഇട്ട് എന്താ ഗുജറാത്തി ലുക്കിലൊക്കെ കുറേ സ്ത്രീകൾ നിന്നിട്ട് അതിനകത്ത് നിന്നൊരു കുട്ടി സ്വയം വില്ലിങ്ങായിട്ട് അവരെ ചേച്ചീനെയും അമ്മയെ രക്ഷപ്പെടുത്താൻ വേണ്ടി പുറത്തേക്ക് വരുമ്പോഴേക്കും നായകന് കൈ കെട്ടി നിൽക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് കൂട്ടുകാരെല്ലാവരും കൂടി. അത് മറ്റേ ഉഗ്രത്തിലുമുണ്ട്. ഞാനിങ്ങനെ വേഗമായിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ ഉണ്ടാവും ഒരു ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചിലവരുണ്ട് എത്ര പറഞ്ഞാലും സ്പോയിലർ ഉണ്ടെന്ന് പറഞ്ഞാലും വീഡിയോ ഇരുന്ന് കാണുന്നവർ. അവരെയും കൂടി രക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് അവരുടെ സിനിമ ആസ്വാദനം നശിപ്പിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗമായിട്ട് പറഞ്ഞു പോകണേട്ടാ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സീൻ ബൈ സീൻ സാധനം ഉണ്ട്, സെയിം തന്നെ ഉഗ്രത്തിലും സലാറിലും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് എൻജോയ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എന്തും ആയിക്കോട്ടെ, സെയിം ഡയറക്ടർ സെയിം സാധനം റീമേക്ക് ചെയ്ത് ബിഗ് സ്കെയിൽ കൊണ്ടുവരിക, എന്ത് വേണമെങ്കിൽ പുള്ളി എന്ത് വേണമെങ്കിൽ കാണിക്കട്ടെ. ബാറ്റ്മാൻ്റെ ഇന്ത്യൻ വെർഷൻ എടുത്തോട്ടെ, എന്ത് വേണമെങ്കിൽ എടുത്തോട്ടെ. സിനിമ എൻഗേജിങ് ആണെങ്കിൽ ഒരു പ്രശ്നമില്ല. എനിക്ക് സിനിമ എൻഗേജിങ് ആയിട്ട് ഫീൽ ചെയ്യില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതൊക്കെ അതായത് വെടിയുണ്ട്, പുകയുണ്ട്, വെട്ടുണ്ട്, മാസമുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഒത്തില്ല, ആ അവസ്ഥയാണ് എൻ്റെ. എനിക്കാണെങ്കിൽ സിനിമ കണ്ട് ബോറടിച്ച് ഫണ്ടാറടങ്ങി ഇതൊന്ന് തീർന്നാൽ മതിയായി എന്നുള്ള അവസ്ഥയായി. അവസാനമായപ്പോഴേക്കും വലിയ ട്വിസ്റ്റൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കാരണം നേരത്തെ തന്നെ എനിക്ക് മനസ്സിലായി എന്താണ് ഈ ഏകദേശം, അതായത് ഈ ഇറ്റാച്ചി പരിപാടിയാണെന്നുള്ളത്. പിന്നെ മൊത്തത്തിൽ അതായത് പിന്നെ ഐ ലോസ്റ്റ് ഇൻട്രസ്റ്റ്. അതാണ് വേറെ രസം. അവസാനമായപ്പോഴേക്കും എനിക്ക് ഇതിൻ്റെ 2ാം ഭാഗമുണ്ട്, ഇനിയിപ്പോൾ 2ാം ഭാഗം കാണണ്ടേ, അങ്ങനെയൊക്കെ അവസ്ഥയായി. പിന്നെ പക്ഷേ അപ്പോഴും ഞാൻ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുന്നത് 2ാം ഭാഗം കുറച്ചുകൂടി നന്നാക്കിയാൽ ഭയങ്കര എൻജോയബിൾ ആക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നല്ലതെന്ന് തന്നെ പറയും. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ പറയും. അപ്പോൾ സെക്കൻഡ് പാർട്ട് നന്നാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പൃഥ്വിരാജ് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു സെക്കൻഡ് പാർട്ട് ഇതൊന്നുമല്ല വേറെ ലെവലാണെന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ അത് പ്രാവർത്തികമാവുകയാണെങ്കിൽ വളരെ എൻജോയബിൾ ആയിരിക്കും. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യമേ, ഇതിനകത്ത് പൃഥ്വിരാജ് ഇൻ്റർവ്യൂവിലൊരു കാര്യം പറഞ്ഞായിരുന്നു, ഹൊമ്പാലയുടെ കൂടെ പുള്ളി എന്തോ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുള്ളി പ്രശാന്ത് നീലിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയായിട്ട് സെറ്റിൽ കാരവനിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല, ഫുൾ ടൈം കൂടെ നിന്ന് അസിസ്റ്റ് ചെയ്യണമായിരുന്നു. ഈവൻ പ്രശാന്ത് നീൽ പറയണ്ടായിരുന്ന പൃഥ്വിരാജ് ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറെ പോലെ പുള്ളി ഒരു ത്രൂ ഔട്ട് ദ മൂവി ഹെൽപ്പൊക്കെ ചെയ്യുന്നുള്ളത്. അപ്പോൾ അതുപോലെയൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം, രാജുവേട്ടൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് രാജുവേട്ടൻ അതായത് പൃഥ്വിരാജ് എല്ലാ സാധനങ്ങളും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, ഒരു ത്വരയുള്ള ഒരാളാണ്. അറിയാൻ പാടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഉള്ള സാധനങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു ഫാസ്റ്റ് ലേണറും കൂടിയാണ്. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ രാജുവേട്ടൻ ഈ സലാറയ്ക്ക് കയറി പറ്റിയത് ഈ സ്റ്റൈൽ ഓഫ് ഡയറക്ഷനും സാധനങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്യാനും ഒരു റെഫറൻസിനാണെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം പുള്ളിക്കറിയാം ഈ ക്യാരക്ടർ പുള്ളിക്ക് കേക്ക് വാക്കാന്നുള്ളത്. അപ്പോൾ പുള്ളി പെട്ടെന്ന് പോയി അഭിനയിച്ചിട്ട് നേരെ വന്ന് ഡയറക്ടറുടെ കൂടെ നിന്നിട്ട് എല്ലാ സാധനവും ഇതെങ്ങനെ ചെയ്യണം, ഇത്ര സ്കെയിലിൽ എങ്ങനെ പടം പിടിക്കണം,
ആ ഒരു സെറ്റപ്പ് ആണെന്ന് എനിക്ക് തോന്നണത്. പുള്ളി പഠനത്തിനാണ് സലാർ പോയി കമ്മിറ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നണത്. മിക്കവാറും എൻ്റെ ഊഹം ശരിയാണെങ്കിൽ എമ്പുരാൻ വേറെ ലെവലിലായിരിക്കും സാധനം വരുന്നത്, അന്യ സ്കെയിൽ. അത് മാത്രമല്ല ഈ നോളൻ്റെ ടൈപ്പ് ഒരു സാധനം ഞാൻ എമ്പുരാൻ്റെ പുതിയ പോസ്റ്ററിലും കണ്ടായിരുന്നു. അതായത് വലിയ വൈഡ് ഷോട്ടിൽ ലാലേട്ടൻ നടുക്കി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അത് സിംബലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എമ്പുരാൻ ലാർജ് സ്കെയിലാണെന്നുള്ളതാണോ എന്ന് എനിക്ക് ഇങ്ങനെ, കാരണം ഇത് പൃഥ്വിരാജാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ നൈസായിട്ട് കുറച്ച് ക്ലൂ ഒക്കെ ഇട്ട്, അത് മാത്രമല്ല പുള്ളിക്കാരൻ പണി അറിയാവുന്ന ആളാണ്. അതുമാത്രമല്ല പഠിക്കാൻ മുന്നേറാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഇന്ത്യൻ സിനിമ തന്നെ ഒരു വേറെ ലെവലിൽ എത്തിക്കാനും മലയാള സിനിമ അതിൻ്റെയോടൊപ്പം തോളത്ത് കയറ്റി കൊണ്ടുപോയി വേറൊരു സ്ഥലത്ത് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നടൻ കൂടിയാണ്, ഒരു ഡയറക്ടറും കൂടിയാണ്. പൃഥ്വിരാജ് ആസ് എ ഡയറക്ടർ ഒരു ഗ്രേറ്റ് ലേണറാണ്. ആസ് എ നടൻ പുള്ളിക്കാരൻ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. ആസ് എ ഡയറക്ടറും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ഒതുങ്ങില്ല. പുള്ളി ഒന്നിലും സെറ്റിലാവാത്തൊരു ആളാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം പുള്ളിക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ പുള്ളി എനിക്ക് തോന്നണത് രാജുവേട്ടൻ സലാർ കമ്മിറ്റ് ചെയ്തത് അവിടെ പോയിട്ട് മൊത്തം കണ്ട് പഠിച്ച് ഇതൊക്കെ എങ്ങനെ മലയാളത്തിൽ വേറെ ലെവലിൽ എത്തിക്കാം, ഈവൺ ഇവിടെയുള്ള മിസ്റ്റേക്ക് പോലും എങ്ങനെ റെക്ടിഫൈ ചെയ്യാന്നുള്ള ഒരു മൈൻഡിലാണെന്ന് എനിക്ക് ഫീൽ ചെയ്യണം കേട്ടോ. അതെനിക്ക് തോന്നിയത്. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്ത മെയിൻ കാര്യങ്ങൾ. പിന്നെ ആസ്ഥാനത്തുള്ള പാട്ടുകൾ, എൻ്റെ അമ്മ അതൊരു ബിഗ് ടേൺ ഓഫാന്ന് പറയേണ്ടി വരും ഈ സിനിമയിൽ എന്നെ സംബന്ധിച്ച്. കാരണം ചില പാട്ടൊക്കെ ക്രിഞ്ചടിച്ച് പണ്ടാരടങ്ങി. ഞാൻ മലയാളത്തിൽ പോലും അല്ല കണ്ടത്, മലയാളത്തിൽ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. മലയാളത്തിൽ പോയി കാണാനുള്ളൊരു ത്രാണി എനിക്കില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ തമിഴിലുള്ള സോങ്സ് പോലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് എന്നുവെച്ചാൽ ന്യൂഡിൽസിൻ്റെ കൂടെ ചാളക്കറി എന്ന് പറഞ്ഞ പോലെയാണ് ചില സമയത്ത് പാട്ടുകൾ വരുന്നത്. എനിക്കത് ഒരു രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പാട്ടുകളുടെ വിഷ്വലൈസേഷൻ നല്ലതാണ്, ഒരു വേറിട്ട അനുഭവം ഒക്കെയാണ്, പക്ഷേ ചേരുന്നില്ല സിനിമയിൽ. അത് ഒട്ടും സൂട്ടാവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇതൊക്കെ ഭയങ്കര ലെറ്റ് ഡൗൺ. ഇതുകൊണ്ടാണ് എനിക്ക് സലാർ എന്നുള്ള മൂവി ഭയങ്കര ഒരു ലെറ്റ് ഡൗൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഞാനത് ഒരു പൈസ കൊടുത്ത സിനിമ ആണെന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ വന്ന് അത് തുറന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇപ്പോൾ നാളെ പ്രശാന്ത് നീലെ കാണാൻ ഒരു വലിയൊരു ഭാഗ്യം ഉണ്ടായപ്പോൾ ഞാൻ പുള്ളിയോട് പറയും, ഫോർ മീ KGF ഇസ് യുവർ ബെസ്റ്റ് വർക്ക് ആൻഡ് ഐ ഡിഡ്ന്റ് ലൈക്ക് സലാർ എന്നുള്ള ഞാൻ തുറന്നു പറയാൻ തയ്യാറാണ്. അത് ഞാൻ പുള്ളിയെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലല്ല, വളരെ ഓണസ്റ്റായിട്ട് ഞാനത് പറയും. അതിപ്പോൾ അത് ഏതൊരു ആക്ടറോ ഡയറക്ടറോ ആണെങ്കിൽ എനിക്ക് ആ പുള്ളിയുടെ ഇഷ്ടപ്പെട്ട സിനിമകൾ ഞാൻ ആദ്യം എടുത്തു പറയും. ഇന്ന പടം ഇഷ്ടപ്പെട്ടില്ല, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ തുറന്നു പറയും. കാരണം അത് അവരൊക്കെ സ്വീകരിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് ഫീൽ ചെയ്ത ഒരു ഇതുണ്ട്. അപ്പോൾ ഇതാണെന്നേ അത് തന്നെ ഞാനിവിടെ ഈ ക്യാമറ മുന്നിൽ വന്നിരുന്ന് ഞാൻ ചെയ്യുന്നുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടാത്തതും തുറന്നു പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് എനിക്ക് സലാർ വർക്കൗട്ട് ആവാൻ ഞാൻ മെയിനായിട്ട് പറയുമ്പോൾ. ഇനിയുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് ഈ സിനിമ വലിയൊരു ലെറ്റ് ഡൗൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തതിൻ്റെ. പിന്നെ ഇതൊക്കെ കൂടാണ്ട് എനിക്ക് ഈ സിനിമ ഐമാക്സിൽ കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടം വേറെ ഉണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ അടുത്ത ദിവസം വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഇപ്പോൾ നമ്മുടെ കോയമ്പത്തൂർ ബ്രോഡ്വേയിൽ എപ്പിക് സ്ക്രീനിലും ഐമാക്സിലും സിനിമ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം അവിടെ പോയി തന്നെ കാണാൻ നോക്കുക. സിനിമ ഈസ് ബെസ്റ്റ് എൻജോയ്ഡ് ഇൻ തിയേറ്റർ. അതങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. OTTയിൽ ഇതൊന്നും സിനിമയൊന്നും കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയട്ടെ, എനിക്ക് ഭയങ്കര നഷ്ടബോധം തോന്നിയ കുറച്ച് സിനിമകളുണ്ട്. ദൃശ്യം 2 തിയേറ്ററിൽ കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടം, ഭൂതകാലം തിയേറ്ററിൽ കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടം, അങ്ങനെ കുറേ സിനിമകൾ തിയേറ്ററിൽ കാണാൻ പറ്റാതെ പോയതിൻ്റെ സങ്കടമുള്ള ഒരാളാണ്. ചുരുളി IFFK പോയി കണ്ടില്ല, അതുകൊണ്ട് തന്നെ സോണി ലിവിലിരുന്ന് കാണേണ്ടി വന്നു. തിയേറ്ററിൽ കാണണമായിരുന്നു എന്ന് എനിക്ക് തോന്നിയൊരു സിനിമയാണ്. ഇതൊക്കെ ബെസ്റ്റ് എൻജോയ്ഡ് ഇൻ തിയേറ്ററാണ്. ഏതൊരു മൂവി ആണെങ്കിലും ഇറ്റ് ഷുഡ് ബി എൻജോയ്ഡ് ഇൻ തിയേറ്റർ. തിയേറ്ററിന് വേണ്ടിയാണ് സിനിമ ഇറക്കുന്നത്, അല്ല OTTക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കാണാൻ വേണ്ടി മാത്രമല്ല സിനിമ ഇറക്കുന്നത്. തിയേറ്ററിന് വേണ്ടിയാണ് ഈ പറഞ്ഞ ഡയറക്ടർമാരും ആക്ടേഴ്സൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പൈസ മുടക്കി കൊണ്ടുവന്ന് സിനിമ ഇറക്കുന്നത്. അപ്പോൾ തിയേറ്ററിൽ എൻജോയ് ചെയ്യാതെ എന്ത് കാര്യം? ഇപ്പോൾ അവതാറൊക്കെ വീട്ടിൽ നിന്ന് കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് അവതാരം മാത്രമല്ല, ഏത് സിനിമയും ബെസ്റ്റ് എൻജോയ്ഡ് ഇൻ തിയേറ്ററാണ്. ആരുടെയും ശല്യവും സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് സൈഡിൽ വല്ല കുണയന്മാരൊക്കെ ഒന്നിരിക്കുകയാണെങ്കിൽ പണിയാണ്. മൊബൈലൊക്കെ എടുത്ത് പെട്ടൊക്കെ അടിച്ച് മോട്ടിലടിച്ച് തന്നാൽ അല്ലെങ്കിൽ ഇതൊക്കെയാണെങ്കിൽ പണിയാണ്. അല്ലെങ്കിൽ സൈഡിൽ നിന്ന് ഇപ്പോൾ പിറുപിറ സംസാരിച്ചുകൊണ്ടിരുന്നാലൊക്കെ പണിയാണ്. നേരെ കാണാൻ പോയപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ സൈഡിൽ. എൻ്റെ പൊന്നോ ഫോണിൽ പളപളാന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്രാന്ത് പിടിക്കണമായിരുന്നു. ഞാൻ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള മൂവിയുടെ സൈഡിൽ
ഒന്നെങ്കിൽ പുള്ളി മെല്ലെ സംസാരിക്കുക, അല്ലെങ്കിൽ പുറത്ത് പോയി നിന്ന് സംസാരിക്കുക. അത് ചെയ്യാതെ സൈഡിൽ നിന്ന് പറയാൻ കുറേ ഉണ്ട്. അത് പലപ്പോഴും സംഭവിക്കാറുണ്ട്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർ മനസ്സിലാക്കുന്നില്ല. പിന്നെ എന്തെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാൽ അത് പിന്നെ വീണ്ടും വല്ല തർക്കം പോയി കഴിഞ്ഞാൽ എൻ്റെ സിനിമ ആസ്വാദനം മുടങ്ങും, വെറുതെ തർക്കിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എന്തായാലും സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നോക്കുക. വിഷ്വലി സംഭവം ഇருக்கு വിഷ്വലി. പക്ഷേ ടു മീ സിനിമ വാസ് എ ബിഗ് ലെറ്റ് ഡൗൺ. സിനിമ ഒട്ടും എനിക്ക് എൻഗേജിങ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രശാന്ത് നീൽ സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല വിഷ്വലി അല്ലാണ്ട്. പിന്നെ രവി ബാസൂർ എന്നെ ഇമ്പ്രസ് ചെയ്തില്ല ഈ സിനിമയിൽ. ഒക്കെയാണ്. പിന്നെ നമ്മുടെ പ്രഭാസിൻ്റെ ഒരു കേസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ പ്രഭാസിൻ്റെ ഇതിന് മുന്നത്തെ കുറച്ച് സാധനങ്ങൾ വെച്ച് നോക്കുമ്പോഴല്ല ഇത് ഫാർ ബെറ്റർ. എനിക്കൊന്ന് കുറേ ആൾക്കെങ്കിലും ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ അതാണെന്നുണ്ട്. അതായത് ഇത്രയും നാളായിട്ട് കുറേ വർഷങ്ങളായിട്ട് ഈ പ്രഭാസിൻ്റെ കുറേ വെറുപ്പിക്കൽ കണ്ടിട്ട് പ്രഭാസ് അഭിനയിച്ച് വന്ന ക്യാരക്ടറിൽ വന്ന കുറേ സിനിമകളുടെ വെറുപ്പിക്കൽ കണ്ടിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഇത് കണ്ടപ്പോഴേക്കും ഒരു ആശ്വാസം കിട്ടിയാണെന്നാണ് കുറേ പേർക്ക് ഈ പടം ഭയങ്കരമായിട്ട് വർക്കായിരിക്കുന്നത്. എനിക്ക് തോന്നുന്ന കാര്യം അങ്ങനെയാണെന്നാണ് തോന്നണേ. എന്തായാലും പ്രഭാസ് യു ഷുഡ് ബി മോർ കെയർഫുൾ വെൻ സെലക്ടിങ് മൂവീസ്. അതെനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. കൽക്കി എന്ന് പറഞ്ഞ സിനിമ വരുന്നുണ്ട്. കൽക്കി 40 എന്തോ AD എന്തോ സംഭവം. അപ്പോൾ ഉലകനായകൻ കമലഹാസനായത് വില്ലനാണ്. ദീപിക പടുകോണുണ്ട്, കുറേ പേരുണ്ട്. ആ സിനിമയ്ക്കും കൂടി ഞാൻ കാത്തിരിക്കുന്നതാണ് എന്തായാലും. അതുമാത്രമല്ല പ്രഭാസ് ഇനിയിപ്പോൾ നല്ല സിനിമയായിട്ട് വന്നാൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ സന്തോഷമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട് ഞാൻ പുള്ളീനെ പുള്ളിയുടെ അഭിനയം നല്ലതാണെങ്കിൽ എനിക്ക് നല്ല വർക്കായ ഞാൻ പറഞ്ഞിരിക്കും. ഇത്ര എനിക്ക് പറയാനുള്ളത്. എന്തായാലും സലാർ ഡിഡിൻ വർക്ക് ഫോർ മീ. അന്നും പറഞ്ഞിട്ട് അതൊരു മോശം പടമൊന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല. നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് തീരുമാനിച്ചാൽ മതി. എൻ്റെ അഭിപ്രായം വിലക്കെടുക്കണമെന്നില്ല. ഞാനിതിപ്പോൾ വീഡിയോ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ എന്തുകൊണ്ട് എനിക്ക് വർക്കായില്ല എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു എന്നുള്ളൂ കേട്ടോ. നാളെ വേറെ വീഡിയോ ഇട്ടണം. ബൈ.